തിരുവനന്തപുരം ഭരിക്കാൻ രാജേഷും ആശാനാഥും, നിർണായക പിന്തുണയുമായി സ്വതന്ത്രനും. നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ന് വി രാജേഷ് BJPയുടെ കേരളത്തിലെ ആദ്യ മേയറായി അധികാരമേറ്റെടുക്കുമ്പോൾ വമ്പൻ ട്വിസ്റ്റ് സമ്മാനിച്ചുകൊണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥ് എത്തുകയാണ്. 2 തെരഞ്ഞെടുപ്പിലും പ്രത്യേക കാരണങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾ ഭരണത്തിലെത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം കേവല ഭൂരിപക്ഷമായ 51 തികയ്ക്കാൻ സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വി രാജേഷിനും ആശാനാഥിനും പിന്തുണ നൽകുമെന്നറിയിച്ച് കഴിഞ്ഞു. സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ ഇൻഫ്ലോ കണ്ണമൂല എന്ന വികസന പത്രിക 3 മുന്നണി സംവിധാനങ്ങൾക്കും നൽകിയിരുന്നു. UDF മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥിനെയും LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിയെയും കണ്ട് രാധാകൃഷ്ണൻ വികസന പത്രിക കൈമാറിയിരുന്നു. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് ഗ്രീൻ ഫ്ലോ കണ്ണമൂല പൂർണ്ണമായും നടപ്പാക്കാൻ പിന്തുണയ്ക്കുമെന്ന് സംബന്ധിച്ച് പരസ്യ പ്രസ്താവന പുറപ്പെടുവിച്ചത്. പാറ്റൂർ രാധാകൃഷ്ണനുമായി നടന്ന കൂടിക്കാഴ്ചയുടെ വിവരം രാജീവ് ചന്ദ്രശേഖർ ചിത്രസഹിതം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. കണ്ണമൂല ഡിവിഷനിൽ നിന്നും സ്വതന്ത്രനായാണ് പാറ്റൂർ രാധാകൃഷ്ണൻ വിജയിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് BJPക്ക് ഒരു കോർപ്പറേഷൻ ഭരണം ലഭിക്കുന്നത്. 4 പതിറ്റാണ്ടായി തുടരുന്ന ഇടതുകോട്ട തകർത്താണ് 50 സീറ്റുമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. ത്രികോണപ്പോരിൽ തിരുവനന്തപുരം BJPക്കൊപ്പം നിന്നപ്പോൾ സീറ്റ് ഇരട്ടിയാക്കി UDF വൻ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. തീരദേശ വാർഡുകൾ UDFനൊപ്പം നിന്നു. ഭരണം നിലനിർത്താമെന്ന് കരുതിയ LDFന് കിട്ടിയത് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. കഴിഞ്ഞ ഭരണസമിതിക്കെതിരായ വികാരം മറികടക്കാൻ ഇറക്കിയ പുതിയ സ്ഥാനാർത്ഥികളും വാർഡ് വിഭജനവും തുണച്ചില്ല. BJPക്കാകും UDF ക്ഷീണമാവുകയെന്ന് കരുതിയ LDFന്റെ കണക്കുകൂട്ടലും തെറ്റി. കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മുൻ MLA KS ശബരിനാഥനാണ് മത്സരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേരി പുഷ്പവും മത്സരിക്കും. പുന്നയ്ക്കാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായ RP ശിവജിയാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. മുൻ DGP R ശ്രീലേഖ മേയറാകുമെന്നുള്ള തരത്തിലാണ് ഇന്നലെ വരെ ചർച്ചകൾ നടന്നിരുന്നത്. എന്നാൽ ശ്രീലേഖ മേയറാവുന്നതിനെ BJPയിൽ ഒരു വിഭാഗം എതിർപ്പുയർത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ശ്രീലേഖയുടെ വീട്ടിലെത്തി നേതാക്കൾ സാഹചര്യം ശ്രീലേഖയെ ധരിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ആശാനാഥിനെയും പ്രഖ്യാപിക്കുകയായിരുന്നു. മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് R ശ്രീലേഖ മധുരം നൽകി സന്തോഷം പങ്കുവച്ചു. വി മുരളീധരൻ പക്ഷമാണ് R ശ്രീലേഖ മേയറാകുന്നതിനെ എതിർത്തത്. എന്നാൽ മേയർ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇടപെട്ടിട്ടില്ലെന്ന് വി മുരളീധരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. പാർട്ടി സംസ്ഥാന നേതൃത്വം എല്ലാ വശങ്ങളും പരിശോധിച്ച് എടുത്ത തീരുമാനമാണ് ഇതെന്നും മുരളീധരൻ വിശദീകരിച്ചു. തലസ്ഥാനത്തെ BJPയുടെ മുഖമായ വി രാജേഷ് BJP സംസ്ഥാന സെക്രട്ടറിയാണ്. കൊടുങ്ങാനൂർ കൗൺസിലറായാണ് അദ്ദേഹം വിജയിച്ചത്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന R ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറാക്കിയാൽ 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന കാഴ്ചപ്പാട് ഉയർന്നതോടെ ആശാനാഥിന് നറുക്കുവീഴുകയായിരുന്നു. ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനത്തിന് പകരമായി കൂടുതൽ വിജയസാധ്യതയുള്ള നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും കേരളത്തിലെ BJPക്ക് ഇന്ന് ചരിത്ര നിമിഷമാണ്. തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തുന്നതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമരകൾ വിരിയിക്കാമെന്ന ആത്മവിശ്വാസമാണ് കൈവന്നിരിക്കുന്നത്.